ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇഡ്ഡലി ചുട്ട് നോക്കാം കേട്ടോ. ഇഡ്ഡലി ഞാൻ ഇഡ്ഡലി ചുട്ട് നോക്കുന്നത് രണ്ടാമത്തെ വട്ടമായിരുന്നു. പിന്നെ രണ്ടാമത്തെ വട്ടം ഉപ്പ് ഞാൻ രാത്രി ഇട്ട് കൊടുത്തിട്ടില്ല, പുളിപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പുളിപ്പ് ഉണ്ടാകുമ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഉപ്പ് രാവിലെ ഇട്ട് കൊടുക്കണത്. ഇഡ്ഡലി നല്ല സ്മൂത്ത് ആവാൻ നമുക്ക് തലേന്ന് അരച്ചതിൻ്റെ ശേഷം നല്ലപോലെ കയ്യിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പുളിപ്പ് വരും. പുളിപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാവിൽ കൈയിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ എടുത്തിട്ട് അതുകൊണ്ട് നല്ലോണം ഇളക്കുക, തവി എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ല ചൂടായതിൻ്റെ ശേഷം പാത്രം നല്ലോണം ചൂടാവണം, എന്നാലേ ഒഴിച്ച് കൊടുത്താൽ വേഗം കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ മേലത്തവും ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അതിന് പാത്രത്തിൽ നിന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് പാർന്ന് കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ മുകളിൽ കുറച്ച് ഇതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം, എന്താ പാടെന്ന് അറിയാലോ. അപ്പോൾ ഞാനത് ഫസ്റ്റ് എടുത്തത് എനിക്ക് പാത്രത്തിൽ നിന്ന് വല്ലാതെ കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഒട്ടി പിടിച്ചാണ്. നല്ല സ്മൂത്തായിന്, പക്ഷേ അത് എന്താണെന്നറിയില്ല, അതിൽ നിന്ന് കിട്ടണില്ല. അപ്പോൾ പിന്നെ ഞാനത് രണ്ടാമത് പാർന്നതാണ്. അത് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ്. ഞാൻ യോഗക്ക് പോവുകയാണ്. യോഗ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നിന്നതാണ്. ഇവിടെയാണ് ഞങ്ങൾ യോഗ ചെയ്യണ സ്ഥലം. നല്ല നിരന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും യോഗ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ പിടിക്കണേ, ഏതായാലും ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജമ്പിങ് ജാക്സ് ആണ് കേട്ടോ ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ യോഗ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. 6 മണിക്ക് വന്നാൽ 6:35 40 ആകുമ്പോഴത്തേന് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്തും. രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്താണ് കേട്ടോ. ഞങ്ങൾ യോഗക്ക് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ മഴയൊക്കെ പെയ്തതിന് യോഗക്ക് പോകാനായപ്പോഴത്തേനൊക്കെ ചോർന്നിട്ടുണ്ട് മഴ. അപ്പോൾ ഇത് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ എന്തിനാണ് വല കെട്ടിയതെന്ന് വെച്ചാൽ നായയുടെ ശല്യം ഉണ്ടായിട്ടാണ്. നായ്ക്കൾ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ നമ്മളെ ഇഡ്ഡലീൻ്റെ അത് ഞാൻ തണുക്കാൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ എന്താ കിട്ടുന്നുണ്ടോ നോക്കുക. ഫസ്റ്റത്തെ കിട്ടിയിട്ടില്ല. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാനതിൽ ചെയ്യണം വിചാരിച്ചിന്. പക്ഷേ അത് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയതാണ് വീഡിയോ. ഞാനത് ഫസ്റ്റ് നന്നാവാത്തതുകൊണ്ട് ഒഴിവാക്കിയതിന്, പക്ഷേ പിന്നെ അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയാണ്. അപ്പോൾ ഞാനിതിൽ ഇടണം വിചാരിച്ചിന്. എല്ലാ യൂട്യൂബേഴ്സും നന്നായ വീഡിയോ മാത്രമല്ലേ ഇടലുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഇത് നന്നാവത്തൊക്കെ ഇടണമല്ലോ. അപ്പോൾ എല്ലാതും വേണ്ട അറിയാൻ വിചാരിച്ചിട്ട് ഞാനത് ഇടണം വിചാരിച്ചിന്. പക്ഷേ എൻ്റെ നിന്ന് അത് മിസ്സായി പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, തീരെ ഇഡ്ഡലി അതിൽ നിന്ന് കിട്ടണില്ല. കുറച്ച് പിന്നെ ചുട്ടപ്പോൾ കുറച്ചൊക്കെ പിന്നെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റത്തൊന്നും തീരെ റെഡി ആയിട്ടില്ല. ഇനി പിന്നെ അത് നല്ല സ്മൂത്തൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, പാത്രത്തിൽ നിന്ന് അത് കിട്ടണില്ല. ഇനി ഇതാണ് ഫസ്റ്റ് ഞാൻ ചുട്ടേണ്ടത് കേട്ടോ. പിന്നെ അതെടുക്കണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പോയതാണ് കയ്യിൽ നിന്ന്. പിന്നെ ചായക്ക് വെച്ചിട്ടുള്ളതാണ്. സേകാക്ക് പണിക്ക് പോകാനാകുമ്പോഴത്തേന് ഇതൊക്കെ കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഓരോന്നും എടുത്ത് തീർക്കുന്നതാണ്. പാത്രത്തിൻ്റെ കൈ വീണ് പൊട്ടിയതാട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായ അടിക്കണേ. 6:45 നേരം രാവിലെ. ഞാനെന്നും അതിൻ്റെ കൂടെ തന്നെ കുടിക്കണോണ്ട് ഈ ഒരു സമയത്താണ് ഞാനും ചായ അടിക്കൽ. 7 മണി 6:45 ആകുമ്പോൾ ഞാനും ചായ അടിക്കും. ഓരോരുത്തർ എണീറ്റ് വരുന്ന നേരം ആവണുള്ളൂ അല്ലേ. പക്ഷെ ഞാൻ ആ നേരമൊക്കെ ആകുമ്പോൾ ചായ കുടിക്കും. സ്കൂളുള്ളതുകൊണ്ട് തന്നെ ചോറിന് അരി ഇടുകയാണ്. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഇപ്പോൾ അരി ഇടാൻ നിൽക്കുകയാണ്.
സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് പണി വേഗം കഴിയില്ലല്ലോ. പിന്നെ അലക്കാനുണ്ടായിരുന്നു കുറച്ചൊക്കെ. അലക്കാനുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ കണ്ടില്ല, അതുകൊണ്ട് നല്ല സുഖമാണ് അലക്കാനൊക്കെ. എന്നും കാണിക്കണ ഈ ജോലികളൊക്കെ തന്നെയാണ്, മുറ്റടിക്കുക, അലക്കുക, അതേപോലെ വീട് തുടക്കുക, അങ്ങനത്തെ ഓരോ പണികളൊക്കെ തന്നെയാണ് ഉള്ളത്. സ്കൂളുള്ളതുകൊണ്ട് തന്നെ ഒക്കെ സ്പീഡിലാണ് എടുക്കൽ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആകെ അടിച്ച് വരാൻ പോവുകയാണേ. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് തീർക്കുകയാണ്. വേഗമാണ് ചെയ്യൽ. 9:45 സ്കൂളിൽ പോകും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എല്ലാ ജോലികളും ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കും. സ്പീഡിലാണ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അടിച്ചു വരുന്ന ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും കൂട്ടാനൊക്കെ വേണമല്ലോ ചോറ്റയ്ക്ക്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ കയ്പ്പങ്ങയാണ് ഉണ്ടായത്. കയ്പ്പൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമാണ്, പക്ഷേ കയ്പ്പുള്ളതായാൽ പിന്നെ വല്ലാതൊന്നും തിന്നാൻ പോവില്ല. ഇതിങ്ങനെ ഉള്ളി വാട്ടിയിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്ര കയ്പ്പ് തോന്നൂല നമുക്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ, മുളകിടലില്ല. ഇതുപോലെ ഇങ്ങനെ ഉള്ളി വാട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിലുണ്ട്, അപ്പോൾ അത് കണ്ടു നോക്കി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ 4 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് അതിന് ചതച്ച് കൊടുക്കുക. പിന്നെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറിയ വലിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിന്. അപ്പോൾ പിന്നെ അത് 2 എണ്ണം എടുത്താണ്. ഒരു 3-4 പച്ചമുളക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി അതിലിട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം വാടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. ഉള്ളി വാടിയതിൻ്റെ ശേഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി വാടി കിട്ടൂല. പിന്നെ ചോറ് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ കയ്പ്പൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെത്തി വെച്ചിട്ടുണ്ട്. അതിന് ഫ്രിഡ്ജിലായപ്പോൾ തണുപ്പ് കൂടിയത് കാരണം തോന്നുന്നുണ്ട് അതിനൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കേടുവരും വിചാരിച്ചിട്ട്, പഴുത്ത് വരും വിചാരിച്ചിട്ട് ഞാനത് വേഗം മുറിച്ച് വെച്ചതിന്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണതാണ്, അപ്പോൾ നല്ല ഹെൽത്തിയാണല്ലോ. അപ്പോൾ ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോറ് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ ഊറ്റിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓവർ വേവ് ആക്കലില്ല. പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ വെച്ച് പോണതുകൊണ്ട് ചിലപ്പം മൂടി വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി വേവ് വെച്ചിട്ട് ഇപ്പോൾ ഏതായാലും ഏകദേശം നല്ലോണം വന്നിട്ടുണ്ട്. ഓവറായിട്ടില്ല, പാകം വേവ് തന്നെയാണ്. വീഡിയോക്ക് നല്ല ഇളക്കം വന്നിട്ടുണ്ട്. ഫോൺ കയ്യിൽ വെച്ചിട്ട് ഓരോ ജോലികൾ ചെയ്യുന്നിടയിൽ. ഇനിയിപ്പോൾ ഞാൻ നിലം അങ്ങനെ തന്നെ തുടക്കുകയാണ്. അതാണ് ഈ വീഡിയോ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണത്. നിലം തുടക്കുകയാണ്, ശീലം കൊണ്ടാണ് തുടക്കുന്നത്. അടുക്കള മാത്രം ഒന്ന് തുടക്കണുള്ളൂ, മറ്റിടത്തൊന്നും തുടച്ചിട്ടില്ല. പിന്നെ അലക്കാനുള്ളത് ഉണ്ടായിന് ഒരുപാട്, അപ്പോൾ അതെടുത്ത് അലക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, സ്കൂളുള്ളതുകൊണ്ടൊക്കെ വലിയ പണി തോന്നും. സ്കൂൾക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഒക്കെ വേഗം തീർന്നെങ്കിൽ എന്ന് വിചാരിക്കുക. അങ്ങനെ പിന്നെ ഞാൻ സ്കൂളിലേക്കുള്ള ചോറ് ആക്കി വെക്കാണ് കേട്ടോ. തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പൽ കഴിഞ്ഞതിൻ്റെ ശേഷം, അലക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചോറ് പാത്രത്തിലാക്കി, ചോറൊക്കെ ആക്കി ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോവുള്ളൂ. പിന്നെ അടുക്കളയിൽ തന്നെ പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ ചോറൊക്കെ ആക്കി. വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്റിൽ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ചോറും വെള്ളമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ടേബിൾ മേൽ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ, ഡൈനിങ് ഹാളിൽ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ സെറ്റാക്കി വെക്കൽ. അങ്ങനെ ഈ ഡ്രസ്സ് ഞാൻ എൻ്റെ സാരി കൊണ്ട് അടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാരി വാങ്ങിയത്. അപ്പോൾ നേലടിച്ചപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഗൗണാക്കി അടിച്ചതാണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗൗൺ മോഡൽ അടിച്ചതാണ്. നല്ല രസമുണ്ട് അത് അടിച്ചിട്ടിട്ടോ. ആരും പറയലില്ല സാരിയാണെന്നൊന്നും. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബാഗിലൊക്കെ ആക്കിയിട്ട് പോവുകയാണ്. ചോറുന്നൊക്കെ 9:45 ബസ് വരിക. സോറി 9:45 9:37 ഒക്കെ ആകുമ്പോഴത്തേന് ബസ് വരും കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ഇവിടെ നിന്ന് നടക്കാണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ പാലക്കൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് പാലക്കൽ അങ്ങാടിക്ക് കുറച്ച് തോനെ നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കലാണ്. പാലക്കന്ന് പിന്നെ ഞങ്ങൾക്ക് മണ്ണാട്ടമ്പാറ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് കയറി അങ്ങനെ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ നഴ്സറി. അപ്പോൾ ക്ലാസ്സിൽ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഇതാണ് ഉസ്ന. ടീച്ചേഴ്സ് അറ്റൻഡൻസിൽ സൈൻ ചെയ്യണമല്ലോ. ഞാൻ അത് സൈൻ ചെയ്യാൻ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോ ദിവസം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നേരെ ഇപ്പോൾ 9:45 9:50 ആയിട്ടുള്ളൂ. 2 വണ്ടിയുണ്ട്, ഒരു ഓട്ടോ ഉണ്ട്, ഒരു ഐസും ഉണ്ട്. ഒരാൾക്ക് ഭയങ്കര കരച്ചിലാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വരുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലാണ്. യൂണിഫോം ഒന്നും ഇടാതെ പോകുന്നതാണ്. എൻ്റെ ക്ലാസ്സിലെ മക്കളൊക്കെ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റത്തെ വണ്ടിയും കൂടിയേ വരാനുള്ളൂ. 10:30 35 ആകുമ്പോൾ ബെല്ലടിക്കും. അങ്ങനെ ലാസ്റ്റത്തെ വണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ബെല്ലടിച്ച് പിന്നെ ഫാത്തിഹ ഓതിയതിന് ശേഷമാണ് ക്ലാസ് തുടങ്ങുക. അങ്ങനെ അറ്റൻഡൻസ് എടുക്കണം. ഫാത്തിഹ ഓതലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അറ്റൻഡൻസ് എടുത്തിട്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. ഇവർക്കിപ്പോൾ ടീ ടൈമാണ് കേട്ടോ. ടീ ടൈം എന്ന് പറഞ്ഞാൽ 10-11 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ചായക്ക് വരെ വിടും. ചായ രണ്ട് ക്ലാസ്സുകാരാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. UKG 2 ക്ലാസ്സുമാണ് ഇവിടെ ഇരിക്കുന്നത്. LKGക്കാർക്ക് പിന്നെ ക്ലാസ്സിൽ കൊണ്ടുപോയി കൊടുക്കും. അവർ പുതിയ കുട്ടികളല്ലേ, ചെറുതല്ലേ, അപ്പോൾ അവർക്ക് ക്ലാസ് കൊടുക്കും. ഇവർ 2 ക്ലാസ്സുകാരും ഇവിടെ വന്നിരിക്കും ചായ കുടിക്കാൻ. ഫുഡ് കഴിക്കാൻ പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ.
ഐഡിയ. ഇവർക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതാൻ കൊടുക്കുന്നതാട്ടോ. ഞാൻ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് ലെറ്റേഴ്സ് എഴുതാൻ കൊടുത്തതാണ്. അല്ലാതെന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സ് എഴുതാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് മൊത്തം ഓടി കളിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും എഴുതാൻ കൊടുത്താൽ അവിടെ കുറച്ച് നേരം ഇരുന്നോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതാൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോവുക. ചില ആൾക്കാർ പറയും ഞാൻ സ്ലേറ്റ് കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ എഴുതണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയും സ്ലേറ്റ് കൊണ്ടുവരാത്തവർ നോട്ട്ബുക്കിൽ എഴുതണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ്. പിന്നെ ഇപ്പോൾ ഓരോ പ്രായം അതാണല്ലോ, കളിക്കണ പ്രായമല്ലേ. പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് എഴുതിപ്പിക്കാന്നല്ലേ ഉള്ളൂ. പക്ഷേ UKG ആയതുകൊണ്ട് തന്നെ എഴുതൽ നിർബന്ധമാണ്. പിന്നെ ഓല് നേരിട്ട് പോകണ 1ാം ക്ലാസ്സിലേക്കല്ലേ. എവിടെ അരയന്ന അരണ ആമ ആട് ഇടയൻ ഇരിപ്പിടം ഇളനീർ ഈച്ച. അക്ഷരം അതിന്റെ കൂടെ രാട്ടോട്ടപ്പ അര, പിന്നെ ഒരു നാന്നുള്ള അക്ഷരം കൂടി ചേർത്ത് കൊടുത്തപ്പോ എന്തായി? അരണ അല്ലേ? അരണ അക്ഷരത്തിന്റെ കൂടെ വേറൊരു അക്ഷരം എഴുതാൻ പോവാണ്. എന്തൊക്കെ? ആമ അല്ലേ? ആമ അല്ലേ? കറക്റ്റ് 1 മണിയാവുമ്പോൾ ഇവരെ ഫുഡ് കഴിക്കാൻ വിടും. ലഞ്ച് ടൈമാണ് 1 മണിയാവുമ്പോൾ. 2 മണി വരെ ടൈമുണ്ട്. അതിൽ കുറേ ആളുകളൊക്കെ നേരത്തെ കഴിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കും ചോറായിട്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ അമ്മമാർ വാരി കൊടുത്തുള്ള ശീലമല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ ശീലമായിട്ടില്ലല്ലോ. അപ്പോൾ കുറേ ആളുകളൊക്കെ വേഗം കഴിച്ചു പോകും കേട്ടോ. ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കണവരുണ്ട്. ഏതായാലും ഇവരെ ഇടയിൽ നിൽക്കുമ്പോൾ രസമാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞവരൊക്കെ ഇവിടെ ഓടി കളിക്കുകയാണ് മുറ്റത്ത്. ബാക്കിയുള്ളവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കഴിച്ചവരൊക്കെ ഇങ്ങനെ മുറ്റത്ത് കളിക്കും. 2 മണി വരെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതുവരെ അവർ പുറത്ത് കളിക്കും. ഏകദേശമൊക്കെ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ടുള്ള കൂട്ടാൻ കൊണ്ടുവന്നതാണത്. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിഞ്ഞ് 2 മണിയൊക്കെ ബെല്ലടിച്ചു. അതിൻ്റെ ഇടയിൽ നിസ്കാരമൊക്കെ കഴിക്കും. നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
കറക്റ്റ് 3:30 ആകുമ്പോൾ ബെല്ലടിക്കും. കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. കുട്ടികൾ പോണ വീഡിയോ ഞാൻ എടുക്കാൻ എനിക്ക് അപ്പോൾ ടൈം കിട്ടില്ല. ചെറിയ കുട്ടികളല്ലേ, അവരെ പുറത്തേക്ക് വിട്ടതിൻ്റെ ശേഷം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ടൈം കിട്ടിയില്ല. പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ പോയി ഒരു 3:40 ആകുമ്പോൾ ഞങ്ങളും നഴ്സറിയിൽ നിന്ന് പോരും. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ 2 ആളുകൾ പോരും. ഞങ്ങൾ പാലക്കൽ ബസ് കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പിന്നെ എനിക്ക് സ്കൂളിൽ വന്ന് അപ്പം തന്നെ വേഗം മേല് കഴുകണം കേട്ടോ. ഞാൻ ആദ്യം ചെയ്യണ പണി അതാണ്. വീട്ടിലേക്കാണ് കയറി അപ്പം തന്നെ പിന്നെ മേല് കഴുകാൻ പോവും. ഞാനിന്ന് രാവിലെ കറി വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ കറി വെക്കാനുള്ള തിരക്കിലാണ്. രാത്രിയൊക്കെ എന്തായാലും കറി വേണമല്ലോ, അപ്പോൾ ചിക്കൻ മുളക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്രെഡും ചായയും കുടിക്കുകയാണ്. ബ്രെഡ് പൊരിക്കാൻ വേറെ ഉള്ളതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ കറിയൊക്കെ വെക്കലായപ്പോൾ പിന്നെ സ്കൂളിൽ വന്നാൽ പിന്നെ ഒക്കത്തിനൊരു മടിയാണ്. പിന്നെ ഇഷ്ടമില്ല, മധുരമൊക്കെ കൂട്ടി കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. പൊരിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര മധുരമാവുള്ളൂ, അപ്പോൾ അതൊന്നും വേണ്ട വെച്ചിട്ട്. പിന്നെ ചെയർ ഞാൻ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ചെയർ പുറത്തൊന്നും ഇടില്ല. പിന്നെ അലക്കിയതൊക്കെ എടുത്തൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ദിവസവും പണി. ഇതിപ്പോൾ രാത്രിയൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഭയങ്കര വിശപ്പ് തോന്നും. അപ്പോൾ പിന്നെ 2 ആളും കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.